നമസ്കാരം. പിന്നോക്കക്കാർക്ക് വേണ്ടി മുന്നോക്കക്കാരുടെ സമരം നയിച്ച മന്നത്തിന്റെ പിൻതലമുറ അന്യം നിന്ന് പോയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് PSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഇതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ ഒരു പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ ഉന്നത കുലജാത പരാമർശവുമായി ബന്ധപ്പെട്ട് പലരും കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. ഇത്രയധികം ആത്മരോക്ഷം കൊള്ളേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞതിലുണ്ടോ? വിമർശിക്കുന്ന മിക്കവരും ആ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ കേട്ടിട്ടില്ല എന്നതാണ് വ്യക്തം. മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രം കണ്ടാണ് വിമർശനം സുരേഷ് ഗോപിക്ക് നേരെ ഉന്നയിക്കുന്നത്. ആ പ്രസംഗം ജനങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കോലാഹലത്തിനുള്ള വകയില്ല എന്നും അത് കേട്ടാൽ മനസ്സിലാകും. സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് 2016 MP ആയ കാലം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരുമെന്ന്. നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളുകൾ ആവുകയില്ല. എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതകൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രി ആവണമെന്ന്. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഇപ്പറഞ്ഞതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തിനാണ് ആളുകൾ ഇത്രയധികം ബഹളം വയ്ക്കുന്നത്? സുരേഷ് ഗോപിയുടെ സദുദ്ദേശം ആ പ്രസംഗത്തിൽ ഉടനീളം വ്യക്തമാണ്. അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ആശയം കൃത്യവുമാണ്. ട്രിബ്യൂണലിന്റെ കാര്യങ്ങൾ ഉന്നത കുലജാതകർ നോക്കട്ടെ എന്നതിനൊപ്പം തന്നെ മുന്നോക്ക ജാതകരുടെ ഉന്നമനത്തിന് ട്രൈബ്യൂണൽ മന്ത്രിയും വരട്ടെ എന്ന് പറയുന്നത് മറച്ചു വെച്ച് ഒരു ഭാഗം മാത്രം ഉയർത്തിക്കാട്ടുകയാണ്. ദളിതന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദളിത് മന്ത്രിയും, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുസ്ലിം മന്ത്രിയും, അതോടൊപ്പം ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ മന്ത്രിയും, മുന്നോക്കക്കാർക്ക് മുന്നോക്ക മന്ത്രിയും ഒക്കെ വേണമെന്ന് കരുതുന്നതും അതിനുവേണ്ടി വാദിക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിലെ ശരികേടുകളാണ്. എല്ലാവർക്കും അർഹമായ നിലയിൽ മന്ത്രിസ്ഥാനം നൽകണം. വകുപ്പുകളുടെ കാര്യത്തിലും തീർച്ചയായും കൃത്യമായ പരിഗണന വേണം. എങ്കിൽ മാത്രമേ സാമൂഹ്യ നീതി പുലരുകയുള്ളൂ. അതേസമയം തന്നെ പുരോഗമന സമൂഹത്തിൽ ജാതിമത വേലിക്കെട്ടുകൾക്ക് അതീതമായ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകണം. അതോടൊപ്പം മതങ്ങളും ജാതികളും തമ്മിലുള്ള കലർപ്പ് സമൂഹത്തിൽ മാത്രമല്ല ഭരണപരമായ സംവിധാനങ്ങളിലും വരട്ടെ. അതിനെ എതിർക്കുന്നവരാണ് മനസ്സിൽ ജാതിവെറി സൂക്ഷിക്കുന്നവർ. മുമ്പ് കേരളത്തിലും മറ്റ് ചില മന്ത്രിമാർ ഇത്തരത്തിൽ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്തോ മാമൂൽ പോലെ പട്ടികഭാഗങ്ങൾക്ക് അതേ സമുദായത്തിൽ നിന്നുള്ള മന്ത്രി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വകുപ്പുകൾ നൽകാൻ മടി കാണിക്കുന്നു. അതിനൊക്കെ മാറ്റം വരണമെന്നല്ലേ സുരേഷ് ഗോപി പറഞ്ഞത്? ഇന്ത്യയുടെ രാഷ്ട്രപതി ഗോത്രഭാഗത്തിൽ നിന്നാണ്. അഭിമാനത്തോടെയാണ് ആ മാറ്റത്തെ രാജ്യം ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. തനിക്ക് ഗോത്രവകുപ്പ് നൽകൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് തീർച്ചയായും ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ ഇത്രയധികം വർഷങ്ങളായെങ്കിലും നമ്മുടെ നാട്ടിലെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. അതായത് അട്ടപ്പാടിയിലടക്കം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം MP ആയിരുന്ന സമയത്ത്, MP ആവുന്നതിന് മുമ്പ് പോലും അദ്ദേഹം ഒരുപാട് പണം അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങൾക്കും ചെലവാക്കിയിട്ടുണ്ട്. വികസനം എന്നത് കുറച്ചുകൂടി വിപുലാർത്ഥത്തിൽ അവിടങ്ങളിലേക്ക് കടന്നു ചെല്ലാനും പുറത്തു നിന്നുള്ള ആളുകൾ മന്ത്രിയാകുന്നതിലൂടെ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പറഞ്ഞതിലെ നന്മ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കണ്ണും പൂട്ടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ മലർന്നു കിടന്ന് തുപ്പുകയാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ തന്റേടത്തോടെ ആർജവത്തോടെ പറയുന്ന സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട്. NDA വൈസ് ചെയർമാനും നാടാർ സമുദായ സംഘടനയായ VSDPയുടെ ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരുടെ പോസ്റ്റാണ് നിമിഷ നേരം കൊണ്ട് വൈറലാകുന്നത്. അതായത് ഈ സുരേഷ് ഗോപിയെ ഒരു കാര്യവുമില്ലാതെ വിമർശിക്കാൻ ഇപ്പോൾ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ കുറച്ച് വിമർശകർക്കും ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. അവരെല്ലാം വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.